ലോകത്തെവിടെ പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിലെ സഖാക്കൾ പ്രതികരിക്കും. അമേരിക്കയെ വെല്ലുവിളിക്കും, ഇസ്രയേലിനെ വിരട്ടും. പക്ഷെ നേപ്പാളിൽ ഒരു സംഭവം നടന്നപ്പോൾ മൗനത്തിലാണ്. എന്താ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശാഭിമാനി എന്നും ഇത് അറിഞ്ഞിട്ടില്ലേ? അല്ല, അത് നമ്മൾ തന്നെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, തൻകുഞ്ഞ് പൊൻകുഞ്ഞാണെന്ന് കാക്കയ്ക്ക് പോലും. അപ്പോൾ നമ്മളെ മുഖ്യധാര മാധ്യമങ്ങൾ തമസ്കരിക്കുന്ന ചില വാർത്തകളുണ്ട്, സംസ്കരിക്കുന്ന, അതായത് അന്ത്യവിശ്രമം കൊടുക്കുന്ന ചില വാർത്തകളുണ്ട്. പ്രത്യേകിച്ച് ചില വാക്കുകളൊക്കെ അവർക്ക് അറിഞ്ഞുകൂടാത്ത ചില വാക്കുകളുണ്ട്, മനഃപൂർവ്വം അറിയത്തില്ല എന്ന് നടിക്കുന്ന ചില വാക്കുകളുണ്ട്. നേപ്പാളിലെ സാഹചര്യം വിലയിരുത്തി കഴിഞ്ഞാൽ ആരൊക്കെയാണ് നേപ്പാളിലെ മെയിൻ പ്ലെയേഴ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയിലെ കോൺഗ്രസ് പോലെ ഒരു നേപ്പാളി കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തുള്ള ഇന്ത്യയുടെ കോൺഗ്രസിൻ്റെ അവസ്ഥയിലാണ് നേപ്പാളി കോൺഗ്രസ്. കൂടുതലൊന്നും പറയേണ്ടല്ലോ. അവരായിരുന്നു വർഷങ്ങളോളം അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ചൈനയുടെ ഇൻസിസ്റ്റൻസ് ആണെന്ന് പറയുന്നു. പക്ഷേ ചൈനയുടെ ഒരു പ്രചോദനം കൂടെ ഉൾക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവിടെ രൂപം കൊള്ളുകയാണ് നേപ്പാളിൽ. ഇപ്പം നേപ്പാൾ അന്നൊരു ഹിന്ദു രാഷ്ട്രമായിരുന്നു, ഒരു രാജാധികാരമുള്ള രാഷ്ട്രമായിരുന്നു. അപ്പോഴത്തേക്ക് മാർക്സിസ്റ്റ് മൂവ്മെൻറ്റുകളൊക്കെ ഇങ്ങനെ ഗവൺമെന്റിനെതിരായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ചൈനയിൽ നിന്നുള്ള നേതാക്കളുടെ ഇടപെടൽ മാത്രമല്ല, ഇന്ത്യക്ക് ഉൾപ്പെടെ പൈസ വരുന്നത് അവിടെ നിന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ ഒരു ഗവൺമെന്റിനെതിരായിട്ടുള്ള മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ CPM അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ ശക്തി പ്രാപിച്ചുകൊണ്ട് വരികയായിരുന്നു. പിന്നീട് അത് രണ്ടായിട്ട് രാജഭരണം അവസാനിക്കുകയും അധികാരം കൈമാറി ജനങ്ങളിലോട്ട് വരികയും ചെയ്തപ്പോഴത്തേക്ക് ഈ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് വേർപിരിഞ്ഞു. UML എന്ന് പറയുന്ന പ്രചണ്ഡ നേതൃത്വം കൊടുക്കുന്ന UML വിഭാഗവും, ഇപ്പോൾ പിള്ളേര് ചവിട്ടി പുറത്താക്കിയ പ്രധാനമന്ത്രി എടുക്കുന്ന CPN UML എന്ന് പറയുന്ന യുണൈറ്റഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്ന് പറയുന്ന രണ്ടുപേരുമാണ് അവിടുത്തെ പ്രധാന പ്ലെയേഴ്സ്. ഇപ്പോൾ ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടായിട്ട് നിൽപ്പുണ്ട്. നേപ്പാളി കോൺഗ്രസ് വേറൊരു ഭാഗത്ത് നിൽപ്പുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊന്നും വേണ്ട, നമുക്ക് പഴയ രാജഭരണത്തിലോട്ട് തിരിച്ചു പോകണമെന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം അവിടെ വേറെയുണ്ട്. ഇനിയൊരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മിലിറ്ററിയാണ്. ഇപ്പം നിങ്ങൾക്കറിയാവുന്ന പോലെ ഇന്ത്യൻ മിലിറ്ററിയിൽ ഒരു നേപ്പാളി പൗരന് ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള ഒരേ ഒരു രാജ്യം നേപ്പാളാണ്. നേപ്പാളി പൗരന് ഇന്ത്യയിൽ പട്ടാളത്തിൽ ജോലി ചെയ്യാം, സർവീസിലെല്ലാം ഇന്ത്യൻ പൗരനുള്ള എല്ലാ അവകാശങ്ങളും നമ്മളവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കാണാതെ പോകുന്നത് ആ നേപ്പാൾ, നമ്മുടെ സ്വന്തം രാജ്യം പോലെ തന്നെ നമ്മൾ വില കൊടുക്കുന്ന ആ നേപ്പാളാണ് ലോകത്തിൽ ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാൻ്റെ ബേസായിട്ട് പ്രയോജനപ്പെടുത്തുന്നത്, ചൈനയുടെ ബേസായിട്ട് പ്രയോജനപ്പെടുത്തുന്നത്. ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും ആണ് നമ്മൾ യുദ്ധം ചെയ്ത രണ്ട് രാജ്യങ്ങൾ അവരാണ്. ഇവർ രണ്ടുപേരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അവരുടെ വ്യക്തികൾക്ക് വളരെ സ്വാധീനമുള്ള, വളരെ സ്വാതന്ത്ര്യമുള്ള ഒരു ഇന്ത്യയുടെ ഒരു സംസ്ഥാനം പോലെ നമ്മൾ കണക്കാക്കുന്ന നേപ്പാൾ. അപ്പോൾ അവിടെ നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ കരുതലുണ്ടാവേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ രണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിഭാഗങ്ങളെയും ചവിട്ടി പുറത്താക്കിയിട്ടാണ് ന്യൂജൻ വിദ്യാർത്ഥികൾ അധികാരം കയ്യിലെടുക്കുന്നത്. ഇതിൻ്റെ പുറത്തൊരു ഡീപ്പ് സ്റ്റേറ്റിൻ്റെ പ്രസക്തി പലരും കാണുന്നുണ്ടാവാം. ചിലപ്പോൾ അതൊരു ജനകീയ പ്രക്ഷോഭമായിരിക്കാം, വളരെ ജെനുവിനായിട്ടുള്ള ജനകീയ പ്രക്ഷോഭമായിരിക്കാം. എന്തായാലും പാർലമെൻറ്റ് പിരിച്ചുവിട്ട് കഴിഞ്ഞു. അടുത്ത മാർച്ച് 21 പുതിയ ഇലക്ഷനും പ്രഖ്യാപിച്ചു. പിന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ജനറൽ അവരുടെയും സൈന്യത്തിൻ്റെ ഓണററി ജനറലാണ്, അവരുടെ സൈന്യത്തിൻ്റെ ജനറൽ നമ്മുടെയും സൈന്യത്തിൻ്റെ ഓണററി ജനറലാണ്. അതിർത്തിയിൽ യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളൊക്കെ തുടങ്ങുന്നത് ഈ KP ശർമ്മ ഒലി എന്ന് പറയുന്ന ആൾ നേപ്പാളി നോട്ടിൽ പുതിയ ഭൂപടമൊക്കെ ഉണ്ടാക്കുകയും ഇന്ത്യയുടെ പല പ്രദേശങ്ങളും അവരുടേതാണെന്ന് ക്ലെയിം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയാണോ ഇതിനെ അട്ടിമറിച്ചത് എന്നുള്ള ഒരു ശ്രുതിയും പരക്കുന്നുണ്ട്. നമുക്കറിയത്തില്ല അതിൻ്റെ കറക്റ്റ്. ഇതൊക്കെ കുറച്ച് കാലം കൂടെ കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഈ അട്ടിമറിയുടെ പുറകെ ഇന്ത്യക്കും ചിലപ്പോൾ താല്പര്യങ്ങളുണ്ടാകും. കാര്യം ഈ ഒരു സർക്കാർ, ഈ ഒരു മാവോയിസ്റ്റ് സർക്കാരും ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സർക്കാരും നമ്മുടെ ഒരു അതിർത്തി രാജ്യത്ത്, വളരെ തന്ത്രപ്രധാനമായ ഒരു രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നതിൽ നമുക്ക് ഒരുപാട് റിസർവേഷൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് കരുതലോടെ ഇരിക്കേണ്ട ഒരു രാജ്യമാണ് നേപ്പാൾ. നേരത്തെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പൂർണ്ണ സൗഹൃദ ഭൂട്ടാനെ പോലെ, നമ്മൾ ഭൂട്ടാനും നേപ്പാളിലൊക്കെ ഒരു സ്റ്റാറ്റസാണ് നമ്മൾ കൊടുത്തിരുന്നത്. നമ്മളൊരു ആശ്രിത രാജ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഡൊമൈൻസ് പോലെയാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് അവരിൽ ഈ രാജ്യങ്ങളിലൊക്കെ നമ്മൾ അതിർത്തിയിലെല്ലാം ചൈനയുടെ കൂടി വരുന്ന
സ്വാധീനങ്ങൾ നമ്മൾ നോക്കണം. അത് പാകിസ്ഥാനിലായാലും ശരി തന്നെയാണ്, നേപ്പാളിലായാലും ശരി തന്നെയാണ്, ബർമയിലായാലും ശരി തന്നെയാണ്, ശ്രീലങ്കയിലായാലും അങ്ങനെയാണ്, മാൽദീവ്സിലായാലും അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ചുറ്റും ചൈന ഒരറ്റത്തു നിന്ന് പിടിമുറുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു രാജ്യത്ത് ഉണ്ടാകുന്ന ഒരു ഭരണമാറ്റം നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മളിത് രാഷ്ട്രീയമായിട്ട് പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇസ്രായേലും ഇന്ത്യയുമായിട്ടുള്ള കരാർ റദ്ദാക്കണമെന്ന് പറയുന്ന നമ്മുടെ MA ബേബി സാറ് എന്തുകൊണ്ടാണ് നേപ്പാളിൽ ഈ വിപ്ലവം നടന്നതെന്നുള്ള കാര്യം ഇതുവരെ അനലൈസ് ചെയ്തിട്ടില്ല. അവരുടെ സഖാക്കളെയാണ് അടിച്ചു ഓട്ടിച്ചതല്ലേ? അല്ല, രണ്ടുപേരും അവർ തന്നെ ഈ സഖാക്കളെ കുട്ടികളാണ് അടിച്ചു ഓട്ടിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളേണ്ടത് ഇന്ത്യയിലെ SFIക്കാരാണ്. സ്റ്റുഡൻസിൻ്റെ ശക്തി അവർ കാണിക്കുന്നുണ്ട്. അപ്പം CPM അകത്താണെങ്കിലും എവിടെയാണെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് അഴിമതിക്കെതിരായിട്ട് എപ്പോഴും പുറത്തു വരുന്നത്. കാര്യം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പിന്നെ നേപ്പാളിൽ വേറൊന്നുള്ള നെപ്പോ കിഡ്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംവിധാനമുണ്ട്. അതായത് രാഷ്ട്രീയക്കാരുടെ വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാം രാഷ്ട്രീയത്തിലും അധികാരത്തിലും ഉന്നത സ്ഥാനങ്ങളിലോട്ട് വരുന്ന ഒരവസ്ഥ. അത് കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. കേരളത്തിൽ സമാനമായ ഒരവസ്ഥ നേപ്പാളിൽ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നതാണ്. പക്ഷേ ഇവിടുത്തെ SFIയും DIFIയൊക്കെ അവർ വന്ധ്യംകരിച്ച് വെച്ചൊക്കെയാണ്. അവർക്കൊന്നും പ്രതികരണശേഷി, ഇത് BJPക്കും കോൺഗ്രസിനെതിരായിട്ട് മാത്രമേ പ്രതികരണശേഷി ഉണ്ടാവുള്ളൂ. കോൺഗ്രസിൻ്റെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് സമരം ചെയ്തതിൻ്റെ ആ ഒരു ശക്തിയൊന്നും മറ്റ് CPMനെതിരായിട്ട് ആരോപണങ്ങൾ വന്നപ്പോഴത്തേക്ക് SFIക്കാരൊന്നും മിണ്ടാതിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ അച്ഛനില്ലാത്ത കൊച്ചു തരുമെന്ന് പറഞ്ഞ നേതാവിനെ പോലും നമ്മൾ ആഘോഷിച്ചു കൊണ്ട് നടക്കുന്ന SFIയാണ് നമ്മൾ കാണുന്നത്. അത്രയൊന്നും രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടില്ല. അത്രയും പാർട്ടിക്കകത്ത് അത്രയും ചീഞ്ഞ് നാറുന്നുണ്ട്. അത് SFIക്കാർക്കും അറിയാം, DIFIക്കാർക്കും അറിയാം. പക്ഷേ ഇതിനകത്ത് പ്രതികരിക്കാൻ പറ്റുന്ന നല്ല മോഡൽസ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. പക്ഷേ അവർക്ക് പ്രതികരിക്കാനുള്ള ശേഷിയില്ല. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഉണ്ടായ ഒരു വിദ്യാർത്ഥി വിപ്ലവം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ നമുക്ക് ഒരുപാട് അനുഭവമുള്ളതാണ്. അത് KSU ആയാലും SFI ആയാലും ഒരു സമയത്ത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് പാർട്ടികളും മാറി മാറി അധികാരത്തിൽ വരുന്നതോടെ ഈ സ്റ്റുഡൻസ് യൂണിയൻ്റെയും യൂത്ത് യൂണിയൻ്റെയൊക്കെ പ്രഭാവം മങ്ങി അവരൊക്കെ സമരത്തിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് കണ്ടത്. അപ്പം ഇതേ രീതി തന്നെയാണ് CPMലും പലരും രണ്ട് പാർട്ടിയിലുള്ള കുട്ടികൾ ഈ നേപ്പാളിലെ അട്ടിമറിയുടെ പുറകെ ഉണ്ടായിരുന്നു. എന്തായാലും നേപ്പാളിൽ ഒരു ജനാധിപത്യത്തിൻ്റെ നല്ല കാലം വരുന്നതാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു അയൽക്കാരൻ നമ്മുടെ മിത്രമായിട്ട് അടുത്തുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. കാര്യം ചൈന എല്ലാ രാജ്യങ്ങളെയും സഹായിച്ച് ചതിച്ചിട്ടുള്ള കാര്യം എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. ഒരു ഷൈലോക്കിൻ്റെ പ്രതീതിയാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളത്. അവർക്ക് കടം കൊടുക്കുക, അവരെ അടിമയാക്കുക എന്നുള്ള ഒരു രീതി. അപ്പോൾ അത് മിക്ക രാജ്യങ്ങളും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, കാര്യം കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ തന്നെ അവർക്ക് കൊടുത്ത പാട്ടവിമാനങ്ങളെ കൊണ്ടാണ് അവർ തോറ്റത്. അവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് ആരാണ് യഥാർത്ഥ ശത്രുവെന്നും ആരാണ് യഥാർത്ഥ മിത്രങ്ങളെന്നും. അല്ല, ഇന്ത്യ മാത്രമല്ലല്ലോ, അമേരിക്കയുടെ സ്വാധീനവും പറയുന്നുണ്ടല്ലോ ഈ നേപ്പാളുമായി. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. എല്ലാവരും പറയുന്നത് ഇന്ത്യയുടെ പറയുന്നുണ്ട്, അമേരിക്കയുടെ പറയുന്നുണ്ട്, പിന്നെ മറ്റ് രാജഭരണത്തെക്കുറിച്ച് രാജഭരണം തിരിച്ചു കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹിന്ദു രാഷ്ട്രമായിട്ട് തുടർന്നൊരു രാജഭരണം വരുന്നതായിരിക്കും ഇന്ത്യ ഗവൺമെൻറ്റിന് അവിടെ താല്പര്യം കൂടുതലുണ്ടാകും. കാര്യം അവർ നമ്മുടെ ഒരു ഡൊമിനിയനായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. നമ്മുടെ ഒരു സൗഹൃദ രാജ്യം, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും എപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നല്ല ഒരു ജനാധിപത്യ രീതിയിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു സർക്കാർ അടുത്ത മാർച്ചിൽ അധികാരത്തിൽ വരുമെന്നും അവരും ഇന്ത്യയുമായിട്ട് വളരെ ഊഷ്മളമായ ബന്ധങ്ങൾ ഉണ്ടാവുമെന്നാണ് ഇന്ത്യൻ നയതന്ത്ര വിഭാഗത്തിൽ ഇതിനെ പറ്റിയിട്ടുണ്ടാകുന്ന പ്രത്യാശ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.